സെൻറ് ആൻ്റണീസ് കോളേജിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വന്നതിൻ്റെ ഭാഗമായി ഈ വർഷം മുതൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലുമുള്ള ആശങ്കകളും അതുപോലെ തന്നെ സംശയ നിവാരണവും ഒക്കെയുമാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പരമ്പരാഗതമായി നമ്മുടെ കോളേജുകളിൽ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമാണ് നടന്നു വന്നിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ആകുമ്പോഴേക്കുമുള്ള വ്യത്യാസങ്ങളും ഏറെയാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റവും വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനവും ഒക്കെയും രൂപീകരിക്കത്തക്ക രീതിയിലാണ് ഈ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിനെ യൂണിവേഴ്സിറ്റികൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ നൈപുണ്യം, അതായത് തൊഴിൽ ചെയ്യാനുള്ള പരിചയത്തിലേക്ക് അവരെ വഴിതിരിച്ചു വിടുക എന്നുള്ള ഉദ്ദേശവും അതുപോലെ തന്നെ അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനത്തിലേക്ക് മാറുക അതും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വർഷം മുതൽ 4 വർഷ ബിരുദ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 4 വർഷ ബിരുദ പ്രോഗ്രാം എന്ന് പറയുന്നെങ്കിൽ പോലും അവിടെയും നമുക്ക് 3 പാത്വേ ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് വേണമെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാം. ഡിഗ്രിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാ വിദ്യാർത്ഥികളും 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് തന്നെയാണ് അഡ്മിഷൻ എടുക്കുക. എന്നാൽ 3 വർഷം കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ഡിഗ്രി പഠനം പൂർത്തിയാക്കാം. 4 വർഷമാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അവർക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നുകിൽ 4 വർഷ ഡിഗ്രി, അതായത് ഓണേഴ്സ് ബിരുദമാണ് കുട്ടികൾക്ക് ലഭിക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ 4 വർഷ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച്. ഇതിൽ 3-ാമത്തെ വർഷത്തിന് ശേഷം 4-ാമത്തെ വർഷം കൂടി അവരുടെ വിദ്യാഭ്യാസം അവർ തുടരുകയാണെന്നുണ്ടെങ്കിൽ 177 ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് കുട്ടികൾ വാങ്ങേണ്ടത്. അത് 3 വർഷമാകുമ്പോഴാണെങ്കിൽ 133 ക്രെഡിറ്റുകൾ മതിയാവും. 4-ാമത്തെ വർഷം തന്നെ റിസർച്ച് പേപ്പറുകൾ കൂടി ആഡ് ചെയ്ത് അതുകൂടെ കൂടി 4-ാമത്തെ വർഷത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് അതാണ് അവർ ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിലുള്ള 4 ഇയർ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയും 177 ക്രെഡിറ്റുകളാണ് വാങ്ങേണ്ടത്. എന്നിരുന്നാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ഡിഗ്രി അവർ കരസ്ഥമാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട്, അതായത് ഡിഗ്രിക്ക് ശേഷം കുട്ടികൾക്ക് PhD ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. നേരത്തെയുള്ള സമ്പ്രദായത്തിലാണെങ്കിൽ നമുക്ക് PhD ചെയ്യണമെന്നുണ്ടെങ്കിൽ PG പഠനം പൂർത്തിയാക്കണം. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി 4 വർഷത്തെ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് പൂർത്തിയാക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്ത് യൂണിവേഴ്സിറ്റികൾ നിഷ്കർഷിച്ചിട്ടുള്ള ഏറ്റവും മിനിമം സമയം കൊണ്ട് തന്നെ PhD റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെയുള്ളതിൽ നിന്നും വിഭിന്നമായി, അതായത് 3 വർഷ ഡിഗ്രി കോഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 120 ക്രെഡിറ്റ് പോയിന്റുകളായിരുന്നു നേടേണ്ടിയിരുന്നത്. എന്നാൽ പുതിയ രീതി അനുസരിച്ച് 3-ാമത്തെ വർഷം എത്തുമ്പോഴേക്കും 133 ക്രെഡിറ്റും അത് 4 വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും 177 ക്രെഡിറ്റുകളുമാണ് കുട്ടികൾ വാങ്ങേണ്ടത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ പറയും, ഇപ്പോഴത്തെ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BSc കെമിസ്ട്രി എടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് കെമിസ്ട്രിയാണ് അവരുടെ മെയിൻ പേപ്പർ എന്നും അതുപോലെ തന്നെ അവർക്ക് സബ്സിഡിയറി ആയിട്ട് സബായിട്ടുള്ള സബ്ജക്റ്റുകൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ് പോലെയുള്ള സബായിട്ടുള്ള സബ്ജക്റ്റുകളുമാണ് പഠിക്കേണ്ടിയിരുന്നത്. ഇത് സിലബസുകളിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഇതിൽ നിന്നും വിഭിന്നമായി ഈ വർഷം മുതൽ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും അവിടെ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് 3 ഇയർ UG ഡിഗ്രി, 3 വർഷം കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി പഠനം അവസാനിപ്പിക്കാവുന്നതാണ്. 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റാണ് വിദ്യാർത്ഥികൾ നേടേണ്ടത്. അതുമല്ല എന്നുണ്ടെങ്കിൽ 4 വർഷത്തിലേക്ക് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം തുടരാം. അവിടെ തന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. 4 ഇയർ UG ഡിഗ്രി വിത്ത് ഓണേഴ്സ്, അതുമല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച്. 4-ാമത്തെ വർഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി പഠനം തുടരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണേഴ്സ് ബിരുദം ലഭ്യമാകും.
നാലാമത്തെ വർഷത്തിൽ നമ്മൾ പഠിക്കുന്ന പേപ്പറിനകത്ത് റിസർച്ച് പേപ്പർ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രി എന്നുള്ളത് 4 ഇയർ UG ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ളതായിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഈ നാലാമത്തെ വർഷം നമ്മൾ ഡിഗ്രി തുടരുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ കൂടി നോക്കാം. നാലാമത്തെ വർഷം ഡിഗ്രി പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, നെറ്റ് എക്സാം എഴുതാവുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥയിൽ 3 വർഷത്തെ ഡിഗ്രി പഠനത്തിന് ശേഷം PG ചെയ്യുന്ന കുട്ടികൾക്കാണ് നെറ്റ് എക്സാം എഴുതാൻ പറ്റുക. പുതിയ സിസ്റ്റം അനുസരിച്ച് 4ാം വർഷം ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിക്കും നെറ്റ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. 4 ഇയർ UG ഓണേഴ്സ് വിത്ത് റിസർച്ച്, 4ാമത്തെ വർഷം നമ്മൾ റിസർച്ച് പേപ്പർ കൂടി ഉൾപ്പെടുത്തി ബിരുദം പൂർത്തിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് PhD രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് PG പഠനം പൂർത്തിയാക്കാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് PhD ഡോക്ടറേറ്റിന് വേണ്ടി രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. UGC പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും മിനിമം സമയം കൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ PhD കരസ്ഥമാക്കാൻ ഇതുകൊണ്ട് സാധ്യമാകുന്നതുമാണ്. 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ പലതരത്തിലുള്ള പഠന മാർഗങ്ങളുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഓരോ മാർഗങ്ങളെയും നമ്മൾ അക്കാഡമിക് പാത്വേ എന്ന് പറയും. പ്രധാനമായും 3 പാത്വേ ആണ് ഉള്ളത്. പാത്വേ ഓപ്ഷൻ 1 എന്നുള്ളത് ഡിഗ്രി മേജർ വിത്ത് മൾട്ടി ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി. പാത്വേ ഓപ്ഷൻ 2 മേജർ വിത്ത് മൈനർ. പാത്വേ ഓപ്ഷൻ 3 ഡബിൾ മേജർ. ഇതിൽ പാത്വേ ഓപ്ഷൻ 1 മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സിസ്റ്റവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. കുട്ടികൾക്ക് ഇത് 3-ൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിലെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ 120 ക്രെഡിറ്റുകളാണ് ഉള്ളതെങ്കിൽ അടുത്ത വർഷം മുതൽ, അതായത് ഈ അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ 3 വർഷം കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഡിഗ്രി പ്രോഗ്രാം അവസാനിപ്പിക്കാം. അപ്പോഴേക്കും 133 ക്രെഡിറ്റുകൾ വാങ്ങേണ്ടതുണ്ട്. അതുപോലെ 4 വർഷമാകുമ്പോഴേക്കും അത് 177 ക്രെഡിറ്റുകളാണ് കുട്ടികൾ അറ്റൈൻ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ സെമസ്റ്ററിലും ഓരോ മേജർ പേപ്പറിനും മൈനർ പേപ്പറുകൾക്കും അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾക്കും ഒക്കെയും കുട്ടികൾ നേടുന്ന ക്രെഡിറ്റ്സ്, ആ ക്രെഡിറ്റ് പോയിന്റുകൾ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ABC എന്നുള്ള സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതായത് ഇന്ത്യ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുന്ന ഡിജി ലോക്കർ സംവിധാനമാണ് ABC എന്നുള്ളത്. യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ABC അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ സംവിധാനത്തിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനമാണ് ചേഞ്ച് ഓഫ് മേജർ. അതായത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന മേജർ കോഴ്സിൽ നിന്നും 1 വർഷത്തെ പഠനത്തിന് ശേഷം, അതായത് ഫസ്റ്റ് സെമസ്റ്ററും കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ അവസാനം 3rd സെമസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ മേജർ പേപ്പർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇത് വെറുതെ സാധ്യമാകില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലോ സെക്കൻഡ് സെമസ്റ്ററിലോ എടുക്കുന്ന മൈനർ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മേജർ ചേഞ്ച് ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനരീതിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആദ്യമേ കണ്ടു. ആദ്യമേ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും കാരണവശാൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും BA ലിറ്ററേച്ചറോ അതുമല്ലെങ്കിൽ മറ്റൊരു സ്ട്രീമിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ മാറാനൊരു ഓപ്ഷനും ഈ വർഷത്തെ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. 4 വർഷ ബിരുദ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിലുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട്. അതായത് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി പഠനം പൂർത്തിയാക്കാവുന്നതാണ്. 3 വർഷത്തെ ഡിഗ്രി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 133 ക്രെഡിറ്റുകൾ വേണം. അത് നമ്മൾ 5ാമത്തെ സെമസ്റ്ററിൽ, അതായത് 2.5 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് ബിരുദ പഠനം 2.5 വർഷം കൊണ്ടും സാധ്യമാകും.
ഇതുപോലെ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 7ാമത്തെ സെമസ്റ്ററിൽ, അതായത് 3.5 വർഷം കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓണേഴ്സ് ഡിഗ്രിയും കരസ്ഥമാക്കാവുന്നതാണ്. 7ാമത്തെ സെമസ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ 177 ക്രെഡിറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് ബിരുദം 3.5 വർഷം കൊണ്ട് ലഭ്യമാകുന്നതാണ്. മൈനർ പേപ്പറുകളുടെ സെലക്ഷൻ എന്നുള്ളത് വളരെയധികം പ്രാധാന്യമേറിയതാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന മൈനർ പേപ്പറുകൾ തൊഴിലധിഷ്ഠിതവും അതുപോലെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതുമായിരിക്കണം. വിദ്യാർത്ഥികൾക്ക് മൈനർ പേപ്പറുകൾ സെലക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണോ മൈനർ പേപ്പറുകൾ കൊടുക്കുന്നത് അത് ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള 3 വർഷ ബിരുദ സമ്പ്രദായത്തിൽ വിദ്യാർത്ഥികൾ ഏതെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് കൊണ്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ച് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക മാത്രമേ ഓപ്ഷനുള്ളൂ. പക്ഷേ പുതിയ സമ്പ്രദായം അനുസരിച്ച് അത് അങ്ങനെയല്ല. അതിനകത്ത് വ്യത്യാസമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇടയ്ക്കുള്ള ഏതെങ്കിലും സെമസ്റ്ററിൽ നിർത്തിപ്പോകേണ്ടി വന്നാൽ, ഉദാഹരണത്തിന് പെൺകുട്ടികളെ സംബന്ധിച്ച് ഇടയ്ക്ക് കല്യാണം കഴിച്ചു പോകേണ്ടി വന്നാലോ, അതല്ല എന്നുണ്ടെങ്കിൽ ദൂരേക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി പോകേണ്ടി വന്നാലോ ഒക്കെയും വിദ്യാഭ്യാസം തടസ്സപ്പെടുന്ന ഒരവസരം ഇനിയില്ല. അടുത്ത 7 വർഷത്തിനുള്ളിൽ, അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ABC എന്നുള്ള സംവിധാനത്തിൽ ഒരു ക്രെഡിറ്റ് പുഷ് ചെയ്താൽ അത് 7 വർഷമാണ് അതിൻ്റെ ഒരു എക്സ്പയറി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഗ്രിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയം മുതൽ 7 വർഷത്തിനുള്ളിലെ കാലയളവിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഠനം പൂർത്തിയാക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു സെമസ്റ്ററിൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് നിന്നുപോയി കഴിഞ്ഞാൽ അതുവരെയുള്ള ക്രെഡിറ്റുകൾ നമുക്ക് സർട്ടിഫിക്കറ്റായി, കോഴ്സ് കം ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രൂപത്തിൽ നമുക്ക് അത് സർട്ടിഫിക്കറ്റിലായി തന്നെ കിട്ടുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അത് മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ ഒക്കെയും ആ പഠനത്തിൻ്റെ തുടർ പഠനം സാധ്യമാകുന്ന രീതിയിലാണ് ഈ 4 വർഷ ബിരുദ സമ്പ്രദായം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിഗ്രി വിദ്യാഭ്യാസത്തെ തൊഴിലധിഷ്ഠിത പഠനത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം മുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സിലബസിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽ പേപ്പറുകളുടെ എണ്ണവും കൂട്ടിയിരിക്കുന്നു. പഴയ സിസ്റ്റം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും പ്രാക്ടിക്കൽ പേപ്പറുകളൊന്നുമില്ല. ലാബ് ആവശ്യമുള്ളതും പ്രാക്ടിക്കൽ ആവശ്യമുള്ളതുമായ സബ്ജക്റ്റുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ സമ്പ്രദായത്തിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും പ്രാക്ടിക്കൽ പേപ്പറുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ വർഷത്തിൻ്റെ അവസാനം, അതായത് ആദ്യ 4 സെമസ്റ്ററുകൾക്ക് ശേഷം 2 മാസത്തെ സമയത്തിനുള്ളിൽ, അതായത് 4ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞുള്ള സമ്മർ വെക്കേഷനിൽ 2 മാസത്തെ സമയത്തിനുള്ളിൽ എടുക്കാൻ പറ്റുന്ന ഇൻറ്റേൺഷിപ്പ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യണം എന്നുള്ളതും അതിന് 2 ക്രെഡിറ്റോടുകൂടി ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതുമാണ്. പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മേജർ കോഴ്സിനോടൊപ്പം സ്പെഷ്യലൈസേഷൻസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തൊഴിലധിഷ്ഠിതമായ രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതിലും ശ്രദ്ധിക്കേണ്ടതാണ്. മേജറിനൊപ്പം നമ്മൾക്ക് മൈനർ പേപ്പറുകൾ ഓപ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പെരുവന്താനം സെയിൻറ്റ് ആൻ്റണീസ് കോളേജിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി 22 തൊഴിലധിഷ്ഠിത മൈനർ പേപ്പറുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവ ഇതൊക്കെയാണ്: അപ്പാരൽ പ്രൊഡക്ഷൻ, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, സൈബർ ഫോറൻസിക്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫാഷൻ ഡിസൈനിങ്, ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്, ജർമ്മൻ, ഹിന്ദി, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് culinary ആർട്സ്, മലയാളം, മാത്തമാറ്റിക്സ്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ്, തമിഴ്, ടെക്സ്റ്റൈൽസ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. ഇതുകൂടാതെ തൊഴിലധിഷ്ഠിതമായ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രിഫേർഡ് മൈനറുകളും ഇവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പരീക്ഷാ മൂല്യനിർണ്ണയ രീതിയിലും കാതലായ മാറ്റം തന്നെയാണ് ഈ വർഷം മുതൽ യൂണിവേഴ്സിറ്റി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പഴയ സിസ്റ്റത്തിൽ 3 മണിക്കൂറാണ് യൂണിവേഴ്സിറ്റി പരീക്ഷകളൊക്കെയും. എന്നാൽ
പുതിയ സമ്പ്രദായം അനുസരിച്ച് 2 മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം. ചില സബ്ജക്റ്റുകളുടെ സ്വഭാവം അനുസരിച്ച് അത് 1 മണിക്കൂറും 1.5 മണിക്കൂറുമായി വ്യത്യാസപ്പെടുന്നുമുണ്ട്. സബ്ജക്റ്റുകളുടെ സ്വഭാവ രീതി അനുസരിച്ച് മൂല്യനിർണ്ണയം മാറുന്നു എന്നതിനേക്കാൾ അപ്പുറം പരീക്ഷ രീതി വരെയും മാറുന്നു. പ്രാക്ടിക്കൽ പേപ്പറുകൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയ കാലത്തിനാവശ്യമായ രീതിയിൽ കഴിവുകൾ വികസിപ്പിക്കത്തക്ക രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ചു കൂടിയുള്ള 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അറിവ് നേടുന്നതിലൂടെ കഴിവുള്ളവരായി, തൊഴിൽ ചെയ്യാൻ നൈപുണ്യമുള്ളവരായി വരത്തക്ക രീതിയിലാണ് ഈ ഒരു സിലബസിനെ പോലും യൂണിവേഴ്സിറ്റികൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റത്തിനനുസരിച്ച് മാറുവാനും മാറി ചിന്തിക്കുവാനും വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവി ഉള്ളവരായി, ഇന്ത്യയിലും വിദേശത്തും നല്ല തൊഴിൽ നേടുന്നവരായി, അതുപോലെ എല്ലാ മേഖലയിലും മികച്ച നൈപുണ്യം കൈവരിക്കുന്നവരായി വരത്തക്ക രീതിയിലാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാറ്റങ്ങളെ ആശങ്കകളോടെ അല്ലാതെ അഭിരുചികൾക്കനുസരിച്ച് പഠിക്കത്തക്ക രീതിയിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെയാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടി തന്നെ പുതിയ സമ്പ്രദായത്തെ ഉൾക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു ഭാവി യൂണിവേഴ്സിറ്റി ബിരുദ പഠനത്തിലൂടെ സാധ്യമാകും. പുതിയ മാറ്റങ്ങളെ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ ഉൾക്കൊള്ളുവാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.